പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്നിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1201 കന്നിമാസം 18-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 4-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം, കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. രാഹുകാലത്ത് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. ശനിയാഴ്ച കാര്യങ്ങൾ സാവധാനം പതുക്കെ നടക്കുന്ന ദിവസമാണ്. കാരണം ശനേശ്വരഃ മന്ദഃ എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ സാവധാനം സഞ്ചരിക്കുന്നു. ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 2.5 വർഷമാണ് എടുക്കുന്നത്. അതാണ് മന്ദഃ, അലസഃ. പലപ്പോഴും ശനി ആലസ്യത്തിൻ്റെ ഗ്രഹമാണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇന്നത്തെ നക്ഷത്രം കാലത്ത് 9 മണി വരെ അവിട്ടം നക്ഷത്രവും 9 മണിക്ക് ശേഷം ചതയം നക്ഷത്രമാകുന്നു. പ്രായേണ അവിട്ടം ചതയമൊക്കെ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണെന്ന് അറിയുക. പലപ്പോഴും പറയാറുണ്ട് ചതയം ചതഞ്ഞു പോകുമെന്നൊക്കെ. പക്ഷേ പലപ്പോഴും ചൈതന്യമുള്ള എല്ലാ വ്യക്തികളെയും ചതയം നക്ഷത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ പവർഫുള്ളായിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. നമ്മുടെ സഖാവ് ഇ കെ നായനാർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട സ്വാമി ശ്രീ നാരായണ ഗുരു, ഇവരൊക്കെ തന്നെ ചതയം നക്ഷത്രത്തിന് മഹത്തായ സംഭാവനകൾ സമൂഹത്തിന്, ദേശത്തിന് നൽകിയ വ്യക്തിയാണെന്ന് അറിയുക. ചതയം നക്ഷത്രത്തിൻ്റെ പേരിൽ തന്നെ ആ നക്ഷത്രത്തിന് സംസ്കൃതത്തിലൊരു നാമമുണ്ട്. ശതഭിഷക്. 100 നക്ഷത്രങ്ങൾ അസംബിൾ ചെയ്ത ഒരു കൂട്ടമാണ്. അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയവരായിരിക്കും ചതയം നക്ഷത്രക്കാർ. പല ചതയം നക്ഷത്രക്കാരും അമ്പലത്തിൽ പോകില്ല, ഭാര്യയെ പറഞ്ഞേക്കും അമ്പലത്തിലേക്ക്. പക്ഷെ അവരെക്കാളും ഭക്തിയും വിശ്വാസവും ഉള്ളിൽ പുറത്ത് കാണിക്കാറില്ല ഈ അവിട്ടം, ചതയം, പൊരുരുട്ടാതി, കുംഭക്കൂറിലുള്ള വ്യക്തികളെന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദ്വാദശി തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ ദ്വാദശിയാണ്. അത് വളരെ നല്ലതാണ്. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ല തിഥിയാകുന്ന ദ്വാദശി തിഥി. അതിനാൽ നക്ഷത്രവും ദോഷമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ദിനമാകുന്നു ഇന്ന്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം. അത് ബാങ്കിങ് ആകാം, ഫൈനാൻസ് ആകാം, ഭൂമിപരമായ ക്രയവിക്രയ വിഷയങ്ങളൊക്കെ ആകാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു സുദിനം നേരുന്നു. നന്ദി, നമസ്കാരം.